ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി കേക്കുകളുടെ ഡെക്കറേഷൻ കണ്ടാലോ. അപ്പോൾ ഈ ഫസ്റ്റ് ഞാൻ ചെയ്യണ ഒരു കേക്ക് വന്നിട്ടുള്ളത് ഒരു 1 kg വരുന്ന ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 10 ഇഞ്ച് ബോർഡിലാണ് 10 ഇഞ്ചിലല്ല, ഞാൻ 8.5 ഇഞ്ച് നമ്മളെ മറ്റേ ടിന്നിൽ ബേക്ക് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ സൈഡിലേക്കൊക്കെ വെച്ച് കൊടുത്താക്കിയിട്ടുള്ളത്. നോർമലി ഞാൻ 10 ഇഞ്ചിലാണ് ചെയ്യാറ്. അപ്പം അന്ന് ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ എനിക്ക് സ്ക്വയറിലാണ് കിട്ടിയേട്ടാ. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ഡെക്കറേഷൻസ് ആയിട്ട് കുറച്ച് ബട്ടർഫ്ലൈസും കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് ടോട്ടൽ നോക്കുമ്പോൾ 1.5 കിലോനോളം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ച് കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ എടുത്ത് പിന്നെ അവർ നെയിം എഴുതാൻ തന്നിട്ടുണ്ടായിരുന്നു. നെയിമൊക്കെ എഴുതിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയിം വന്നിട്ടുള്ളത് പെണ്ണൂസ് ആൻഡ് വാവ എന്നാണ്. ഇത് നമ്മുടെ ഒരു ന്യൂ കസ്റ്റമറാണ് കേട്ടോ. ന്യൂ കസ്റ്റമറാണ്. ഇവർക്ക് തന്നെ പിറ്റേ ദിവസത്തേക്കും ഒരു കേക്ക് ഉണ്ടായിരുന്നു. തിങ്കളാഴ്ചയാണ് ഈ കേക്ക് ചെയ്ത് കൊടുത്തത്. പിറ്റേ ദിവസത്തേക്കും ഒരു 1.5 കിലോനൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബട്ടർ സ്കോച്ചിൻ്റെ മുകളിൽ ഒരു സോസായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അവർ സെലക്ട് ചെയ്തെടുത്തത്. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഈ പുതിയ കസ്റ്റമേഴ്സ് വരാമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അല്ലേ. അപ്പോൾ നമുക്കൊണ്ട് പറ്റാവുന്ന പരമാവധി നമ്മൾ നല്ല രീതിയിൽ ചെയ്തെടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം വേറൊന്നുമല്ല, നമുക്ക് പിന്നെയും അവർ കിട്ടണമെങ്കിൽ നമ്മൾ അവരെ പരമാവധി അവരെ നന്നായിട്ട് അവരെ ഇതാക്കിയിട്ട് നമുക്ക് പറ്റാവുന്ന അത്രത്തോളം നമ്മൾ ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ. അപ്പോൾ ഇതും ഞാൻ നല്ല രീതിയിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നെയിം എഴുതൽ എനിക്ക് എന്നും ഒരു ടാസ്ക്കാണ്. എപ്പോഴും നെയിം എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടായി. ഇപ്പോൾ നെയിം എഴുതിയാൽ അത് ഇത്തിരി വലിപ്പം കൂടിപ്പോയെന്നാണ് എനിക്ക് തോന്നിയത്. നോർമലി ഞാൻ പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ടാണ് ചെയ്യാറ്, ചെറിയ ഹോൾ കൊടുത്തിട്ട്. പക്ഷെ അന്ന് ഞാൻ ആ ചെറിയ ടിപ്പ് വരുന്ന നോസിലില്ലേ അതിലാണ് കൊടുത്തത്. പക്ഷെ അത് ഭയങ്കര വലിപ്പമായിട്ട് പോയി. പിന്നെ വലിയ കേക്ക് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ ഹാൻഡ് റൈറ്റിങ് ഇപ്പോഴും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല കേട്ടോ. നമുക്കങ്ങനെ തുടർച്ചയായിട്ട് ഓർഡർ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒക്കെ സെറ്റാണ്. പക്ഷേ ഇത് ഒരു ദിവസം ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഓർഡർ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകണൊക്കെ ഉണ്ട്. പിന്നെ ആദ്യത്തെ പോലെ ഇപ്പം അങ്ങനെ ഓർഡേഴ്സ് എടുക്കാൻ പറ്റാറില്ല. വേറെ ഒന്നുമല്ല, ചെറിയ മോനുള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. പിന്നെ അന്ന് തന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് തന്നെ കസ്റ്റമറിനെ ഞാൻ പറഞ്ഞില്ലേ ഒരു 1.5 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് ആ കേക്ക് ഇട്ടത്. അപ്പോൾ അത് കസ്റ്റമർ പറഞ്ഞിരുന്നത് അവർക്ക് ഫുള്ള് വൈറ്റ് തീം മതി എന്നാണ്, വേറെ കളറൊന്നും ഇടേണ്ട, ഫുള്ളും വൈറ്റ് ആയിട്ട്. അവർ നമ്മുടെ ഒരു പിക്ക് മുന്നേ കണ്ടിട്ട് അതേപോലെ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം അവർ 1 കിലോ എന്ന് പറഞ്ഞു, പിന്നെ അവർ പറഞ്ഞു 1.5 കിലോ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതേപോലെ ഹൈറ്റിൽ ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് ഫ്ലവേഴ്സാണ്, ഈ ഫിയോണി ഫ്ലവർ ഇല്ല സ്മോള്, അത് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഫുള്ളും വൈറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ ആനിവേഴ്സറിൻ്റെ ഒരു കേക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് റെഡ് ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവർ എവിടെയൊക്കെ വെക്കണ്ടേന്നൊക്കെ ഇങ്ങനെ തപ്പി പിടിച്ച് ആണ് ഈ വെച്ച് കൊടുക്കുന്നത്. എൻ്റെ അപ്പുറത്ത് എൻ്റെ മോനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആളും ഇതിലിങ്ങനെ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് അപ്പുറത്ത് ഒരു നിഴലൊക്കെ കാണാം, അതൊക്കെ മോൻ്റെ നിഴലാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്ലവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ കേക്ക് വാങ്ങിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. പിന്നെ മോനെ ചെറിയ കുട്ടീനെ ഉറക്കി കിടത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത് കേട്ടോ. ആൾക്ക് 6 മാസമായിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, എനിക്കിവിടെ ഹെൽപ്പ് ചെയ്യാൻ ബാക്കിൽ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഫുള്ള് ഒറ്റയ്ക്ക് നമുക്കിങ്ങനെ ഹെൽപ്പിങ്ങിനൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുട്ടീനെ പിടിക്കാനായാലും പിന്നെ ഇങ്ങനത്തെ നമുക്ക് കേക്കിൻ്റെ പണിയിൽ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യാനൊക്കെ ആയിട്ട്. എൻ്റെ മോൻ്റെ നിഴൽ കണ്ട, അവനാണ് അവിടെ കിടന്ന് അങ്ങനെ കളിക്കണം. അവൻ്റെ നിഴൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു 1.5 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാൻ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ സ്ട്രോബെറി ക്രഷും മിൽക്ക് മെയ്ഡും പിന്നെ ചോക്ലേറ്റ് ആണ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, സത്യം പറയാലോ, ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ അവിടെ ഇവിടെയും കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസൊക്കെ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഈ ഷുഗർ ബോൺ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഭംഗി കൂടിയ പോലെയാണ് തോന്നി. ഇത്തിരി വലിയ കേക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടുതൽ ഷുഗർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു കേക്കിന് ഞാൻ ചാർജ് ചെയ്തിട്ടുള്ളത് 950. ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫ്ലവറിന് തന്നെ 10 രൂപ 10 രൂപ 12 രൂപ ഒരു ഫ്ലവറിന് തന്നെ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു ടോപ്പറിന് റേറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ 2 ബോക്സിലാക്കിയിട്ടാണ് കൊടുക്കാറ്. ഹൈറ്റിൽ ചെയ്യുന്നതിന് വേറെ റേറ്റ് ഉണ്ട്. ഞാൻ 950 രൂപയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു കേക്കിന്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് അവർക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം പരമാവധി അവർ പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞത് വേറെ ഒന്നുമല്ല, അവർക്ക് ഫുൾ വൈറ്റ് കളർ മതി, കുറച്ച് ഫ്ലവേഴ്സ് വെക്കുന്ന ഷുഗർ ബോൾസ് വിട്ടുകൊടുക്കണം എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതിൽ ഒരുപാട് പോരായ്മകളുണ്ടാകും. കാരണം എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൻ്റെ വേറെ ഇതൊന്നും സംഭവമൊന്നും എനിക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ അതിൻ്റെ അപ്പുറത്ത് വെച്ചാണ് ആ ചുമരുണ്ടല്ലോ, ആ ചുമര് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കിട്ട് എൻ്റെ കൈ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചായിട്ടേ തോന്നുള്ളൂ, പക്ഷെ നമുക്ക് ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊന്ന് ചിലപ്പോൾ പോസ്റ്റാക്കിയിട്ടും അത് ചെയ്യാൻ പോകുന്നു ഇത് ചെയ്യാൻ പോകുന്നു. അപ്പോൾ കാണുമ്പോൾ നമുക്കൊക്കെ ഈസിയാവും, പക്ഷെ ഏതൊരു കാര്യത്തിന് പിന്നിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അത് സക്സസ് ആയിട്ട് കിട്ടുള്ളൂ എന്ന് പറയണത് 100% കറക്റ്റാണ്. നമുക്ക് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പം ഇത്ര പണിയുള്ളൂ, ഇതൊക്കെ സുഖമല്ലേന്ന്. പക്ഷെ ഉണ്ടല്ലോ, നമുക്കിത് ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. അപ്പോൾ ഇതാണ് അതിന് ഫൈനൽ ലുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.